ഹലോ, ഹാപ്പി വിഷു ഓൾ. ഇന്ന് നമ്മൾ മല്ലൂസിന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്, അതായത് വിഷു. നിങ്ങളെ സംബന്ധിച്ച് വിഷു സ്പെഷ്യൽ ഡേ ആവുന്നത് ആ ഒരു ആഘോഷത്തിൻ്റെ ഭാഗം മാത്രമായതുകൊണ്ടാണ്. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയല്ല കേട്ടോ. എൻ്റെ വീട്ടിൽ വിഷു എന്ന് പറയുമ്പം എൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ കുറച്ചധികം സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എൻ്റെ വീട് വിട്ട് ബർത്ത്ഡേ അതുപോലെ വിഷു ഒക്കെ ആഘോഷിക്കുന്നത് കേട്ടോ. വീട് വിട്ട് വിഷു ആഘോഷിക്കുന്നതിൽ എനിക്ക് സങ്കടം ഉണ്ടെങ്കിലും നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, ഇവരെല്ലാവരും കൂടെ എൻ്റെ ഈ ബർത്ത്ഡേയും എൻ്റെ ഈ വിഷുവും ഭയങ്കര സ്പെഷ്യലാക്കി മാറ്റിക്കളഞ്ഞു. ഞാൻ എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും വീട്ടിൽ നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്യാറുണ്ട് കേട്ടോ. ബട്ട് ഇതെനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. എൻ്റെ ലൈഫിൽ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. ഇതൊക്കെയെന്ന് പറയുമ്പോൾ മറ്റൊന്നല്ല, ഞാൻ എവിടെ വർക്ക് ചെയ്യുകയാണെങ്കിലും ആ വർക്കിംഗ് അറ്റ്മോസ്ഫിയറും അതുപോലെ കൂടെയുള്ള കൊളീഗ്സും എന്നോട് കാണിക്കുന്ന സ്നേഹം, അതിപ്പോൾ UAE വന്നപ്പോഴും മാറ്റമൊന്നുമില്ല കേട്ടോ. നാട്ടിലായിരിക്കുമ്പോഴും അതെ, എൻ്റെ കൂടെയുള്ള എല്ലാ ആൾക്കാർക്കും എന്നോട് മാത്രമല്ല, എന്നാലും എനിക്കൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സ്നേഹം ഞാൻ എല്ലാ സ്ഥലത്തുനിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കത് ഫീൽ ആയിട്ടുമുണ്ട് പല അവസരങ്ങളിലും. അങ്ങനെ ഞാളിന്ന് എൻ്റെ ബർത്ത്ഡേയും വിഷുവും നന്നായി ആഘോഷിച്ചു കേട്ടോ. ആ ഒരു ഹാങ് ഓവറിൽ ഞാൻ വീട്ടിലെത്തിയപ്പോൾ റൂമിലെത്തി ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിരിക്കുമ്പോഴേക്ക് ഇതാ വന്നു എൻ്റെ അടുത്ത സർപ്രൈസ്. തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് മെട്രോയിൽ വെച്ച് കിട്ടിയൊരു ഫ്രണ്ടാണ് കേട്ടോ, സുഫൈദ. ഇത് സുഫൈദയുടെ മോളാണ്. അവരും എനിക്കൊരു ബർത്ത്ഡേ കേക്കുമായിട്ടാണ് വന്നത്. ആൻഡ് ഐ ഹാവ് ടു സേ വൺ തിങ്, താങ്ക് യു സോ മച്ച് ഗൈസ് for giving your unconditional love. Thank you.